പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറാഷണൽ നമ്പർ. റൂട്ട് 5നെ ഇറാഷണൽ നമ്പർ ആക്കി പ്രൂവ് ചെയ്യണം. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? ഇറാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് പൈ, അതേപോലെ റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5. ദീസ് കൈൻഡ് ഓഫ് ആർ കോൾഡ് ഇറാഷണൽ നമ്പേഴ്സ്. അതായത് ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ടതാണ് അതിനെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എഴുതുക. ലെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ലെറ്റ് ജസ്റ്റ് അസ്യൂം ചെയ്യണം റൂട്ട് 5 ഇസ് എ റാഷണൽ നമ്പർ. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എഴുതുക. ഇത് റാഷണൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ തന്നിട്ടുള്ളത്. ഇവിടെ ലെറ്റ് റൂട്ട് 5 ഇസ് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q ഫോർമാറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതും? വിച്ച് ഇസ് റൂട്ട് 5 വിച്ച് ഇസ് ഈക്വൽ ടു A/B, വേർ A and B ആർ കോ പ്രൈം നമ്പേഴ്സ് ആൻഡ് B വിച്ച് ഇസ് നോട്ട് ഈക്വൽസ് 0. ഇതാണ് റാഷണൽ നമ്പേഴ്സിന്റെ ഫോർമാറ്റ്. പക്ഷേ ഒരു കണ്ടീഷൻ കൂടെ ബ്രാക്കറ്റിൽ എഴുതണം, വേർ A and B ആർ കോ പ്രൈം നമ്പേഴ്സ്. ഇനി എന്താണ് കോ പ്രൈം നമ്പേഴ്സ്? കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പെയർ ഓഫ് നമ്പേഴ്സ് അതിന്റെ കോമൺ ഫാക്ടേഴ്സ് നമ്പർ 1 ആയിരിക്കും. ഓർ ഓൾസോ നമുക്ക് പറയാൻ പറ്റും അതിന്റെ HCF 1 ആയിരിക്കും. റൂട്ട് 5B വിച്ച് ഈസ് ഈക്വൽസ് A. ഓക്കെ, ഇനി സ്ക്വയറിംഗ് ബോത്ത് സൈഡ്. ഓക്കെ, ബോത്ത് സൈഡ് സ്ക്വയർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ബോത്ത് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? റൂട്ട് 5Bനെ നമ്മളിവിടെ സ്ക്വയർ ചെയ്യണം. അതേപോലെ തന്നെ എനെ നമ്മളിവിടെ സ്ക്വയർ ചെയ്യും. റൂട്ട് 5നെ സ്ക്വയർ ചെയ്യുമ്പോൾ 5 തന്നെയാണ് കിട്ടുക. ബിനെ സ്ക്വയർ ചെയ്യുമ്പോൾ B സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു A സ്ക്വയർ. ഇനി നമുക്ക് ബിനെ ഇവിടെ നിർത്താം. B സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു A സ്ക്വയർ ഡിവൈഡഡ് ബൈ 5. ഈ A സ്ക്വയർ ഡിവൈഡഡ് ബൈ 5ന്റെ മീനിങ് എന്താണ്? നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ലൈക്ക് 5 ഡിവൈഡ്സ് A സ്ക്വയർ, ഓൾസോ 5 ഡിവൈഡ്സ് A. ഇത് രണ്ടും ഇതിലെന്താണ് അപ്ലിക്കബിൾ ആണ് അല്ലേ? A സ്ക്വയറിനെ 5 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റും. സെയിം വേ എനെ ഡിവൈഡ് ചെയ്യാനും ഇതിനെ കൊണ്ട് പറ്റും, 5നെ കൊണ്ട് പറ്റും. ഇതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതായത് 5 ഡിവൈഡ്സ് എനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിന് ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A എന്ന് പറഞ്ഞത് ഒരു 10 എന്ന് പറഞ്ഞ നമ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എടുത്താൽ മതി. 10 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ഇവിടെ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 2 കിട്ടി. അപ്പോൾ ഇതൊരു പുതിയ നമ്പർ ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയും എഴുതാം A വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു C. 5 ഇൻറ്റു C എന്നും എഴുതാം. അതായത് 10 വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 എന്നും എഴുതാം. ഇതും ഓൾസോ എന്താണ് ഒരു കൺസെപ്റ്റ് ആണ്. ഇതിലിവിടെ നമ്മൾ എന്താ നമുക്ക് എയുടെ വാല്യൂ ഇവിടെ കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇക്വേഷൻ നമ്പർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ A വിച്ച് ഈസ് ഈക്വൽ ടു 5C ഇൻപുട്ട് ദ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് ഇക്വേഷൻ നമ്പറിൽ ഇൻപുട്ട് ചെയ്യാം. B സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു A സ്ക്വയർ എന്നുള്ള A സ്ക്വയറിന്റെ പ്ലേസിൽ 5C ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5. B സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 25 C സ്ക്വയർ ഡിവൈഡഡ് ബൈ 5. 5നെയും 25നെയും കട്ട് ചെയ്ത് കളയാം. ഓക്കെ, B സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 C സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ B സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് C സ്ക്വയർ. B സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു C സ്ക്വയർ മീൻസ് therefore 5 ഡിവൈഡ്സ് B സ്ക്വയർ, ഓൾസോ 5 ഡിവൈഡ് B. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമുക്ക് 2 സ്റ്റെപ്പായിട്ട് ഇത് കിട്ടി. ഈ 2 സ്റ്റെപ്പിലും 5 ഡിവൈഡ്സ് A സ്ക്വയർ, അതേപോലെ തന്നെ 5 ഡിവൈഡ്സ് B സ്ക്വയർ. സെയിം ലൈക്ക് 5 ഡിവൈഡ്സ് A, 5 ഡിവൈഡ്സ് B.